പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെറിയൊരു യാത്രയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് ഫാമിലി വ്ളോഗ് വേണമെന്നൊക്കെ ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. നേരെ ഇപ്പോൾ ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. അപ്പം വെക്കേഷനൊക്കെ ആയപ്പോഴത്തേനും വൈഫും പിള്ളേരോടെ അവളുടെ വൈഫിൻ്റെ വീട്ടിൽ പോയതാണ് കേട്ടോ. അപ്പോൾ ഒരാഴ്ചയാണ് അവരെ തിരിച്ച് വിളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഏതായാലും വിചാരിച്ചു സാധാരണ വീട്ടിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് തന്നെയാണ് വരാറുള്ളത്. എന്നാൽ ഒരു ചെറിയ ട്രിപ്പ് പോവാം. വലിയ ട്രിപ്പൊന്നുമില്ല കേട്ടോ, ചെറിയ ട്രിപ്പ്. കന്യാകുമാരിക്കാണ് പോകുന്നത് നമ്മൾ. അതുപോലെ തന്നെ ഫാമിലി ട്രിപ്പ് എന്ന് പറഞ്ഞെങ്കിലും വീട്ടിലുള്ള എല്ലാവരും ഇല്ല കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ അവർക്കൊക്കെ പോരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാതയാണേ, സിംഗിൾ ട്രാക്കാണേ, തലവൂർ ഗ്രാമപഞ്ചായത്ത്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തൊടുപുഴയിൽ നിന്നൊക്കെ വരുമ്പോഴത്തേനും ഈ സ്ഥലത്തിൻ്റെ ഒരു ആവണീശ്വരം എന്നാണ്. ആവണീശ്വരം. തൊടുപുഴയിൽ നിന്നൊക്കെ നേരത്തെ ട്രിവാൻഡ്രത്തിന് പോയിക്കൊണ്ടിരുന്നത് MC റോഡ് വഴിയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ MC റോഡ് വഴി പോകാറില്ല ഒരു വർഷം മേളിലായിട്ട്. ഇപ്പം നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴ പുനലൂർ ഹൈവേ ആണ് കേട്ടോ. അതായത് സ്റ്റേറ്റ് ഹൈവേ 8 മൂവാറ്റുപുഴയിൽ നിന്ന് തുടങ്ങി പുനലൂരിൽ അവസാനിക്കുന്ന ഹൈവേ ആണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് വളരെ കുറവുണ്ട് എല്ലാ സമയത്തും കമ്പാരിറ്റീവ്ലി. നമ്മൾ MC റോഡ് വെച്ച് MC റോഡ് ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയില്ല. ബൈപ്പാസ് തീരെ കുറവായതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞാൻ ആ റൂട്ട് ഇപ്പോൾ പോകാറില്ല. ഞാൻ എപ്പോഴും സ്ഥിരം ഇതിലാണ് വരുന്നത്. ഇത് മൂവാറ്റുപുഴ എന്ന് വന്നു കഴിഞ്ഞാൽ മൂവാറ്റുപുഴ, പാല, പൊൻകുന്നം, അതുപോലെ റാന്നി, കോന്നി, പത്തനാപുരം വഴി നമ്മളിപ്പം കൊട്ടാരക്കരയ്ക്ക് ചെല്ലാതെ MC റോഡിലേക്ക് ചെന്ന് കയറാം. MC റോഡിലേക്ക് എന്തായാലും ചെന്ന് കയറണം. ചെങ്ങമനാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്താൽ വാളകത്തേക്ക് ചെല്ലും. അപ്പോൾ കൊട്ടാരക്കര ടൗണൊക്കെ നമുക്ക് ടൗണിൽ കയറേണ്ട ആവശ്യമില്ല. പിന്നെ എന്തായാലും MC റോഡ് പിടിച്ച് പോകണം. ഇനിയിപ്പോൾ NH വഴി വന്നാലും അതിലും വലിയ തിരക്കാണ്. ഇപ്പോൾ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. പത്തനാപുരം വന്നിട്ട് നേരെ പോകരുത്. പത്തനാപുരം ടൗണിൽ നിന്ന് റൈറ്റ് എടുക്കണം. എന്നാലാണ് നമ്മൾ ഈ റൂട്ടിലേക്ക് കൊട്ടാരക്കര റൂട്ടിലേക്ക് കയറുള്ളൂ. അപ്പോൾ ഇതാണ് ചെങ്ങമനാട്. ഇവിടുന്ന് നേരെ പോയാൽ കൊട്ടാരക്കരയ്ക്ക് ചെല്ലും. അപ്പോൾ ഇവിടുന്ന് ഒരു ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്താൽ നമുക്ക് കൊട്ടാരക്കര, ഞാൻ പറഞ്ഞില്ല, കൊട്ടാരക്കര ടൗൺ കയറാതെ വാളകത്തേക്ക് ചെല്ലാം. ഉണ്ടോ, ഇവിടെ നമുക്ക് തിരിയുകയാണ്. നല്ല വഴിയാണ് കേട്ടോ, നമുക്ക് ഒരിക്കലും മടുപ്പ് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ മൂവാറ്റുപുഴ ഭാഗത്തു നിന്നൊക്കെ വരുവാണെന്നുണ്ടല്ലേ, ട്രിവാൻഡ്രം പോവുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ റൂട്ടൊന്ന് ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു ജംഗ്ഷനിലേക്കാണ് വന്നിറങ്ങുന്നത് കേട്ടോ. ഇവിടുന്ന് റൈറ്റ് 8 കിലോമീറ്റർ പോയാൽ കൊട്ടാരക്കര ടൗണിലേക്ക്, 61 കിലോമീറ്റർ തിരുവനന്തപുരം. ഇത് MC റോഡാണേ. അങ്ങനെ ഒടുവിൽ MC റോഡിലേക്ക് വന്ന് കയറി. എന്തായാലും കൊട്ടാരക്കര വരെ MC റോഡ് ഒഴിവായി കിട്ടി. പക്ഷേ ഇനി അങ്ങോട്ട് നല്ല തിരക്കാണ്. കാരണം എന്ന് വെച്ചാൽ വെഞ്ഞാറമ്മൂട് ഭാഗത്തൊക്കെ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വീട്ടിലെത്തി കേട്ടോ. ഇവിടെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടടുത്ത് കൊളുത്തൂർ എന്ന് പറയും. അപ്പോൾ വണ്ടി ഇവിടെ സൈഡിലിടുന്നേ ഉള്ളൂ, അങ്ങോട്ട് വണ്ടി കയറില്ല. വഴിയുണ്ട്, പക്ഷേ അവിടെ എന്തോ കല്ലുവെച്ച് കെട്ടൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താ ക്ലോസ്ഡ് ആണ്. എന്നാലും അവരെ പോയി വിളിച്ചുകൊണ്ട് വരാം, എന്നിട്ട് കാണാം. അപ്പോൾ നമ്മുടെ കന്യാകുമാരി യാത്ര തുടരുവാണ്. അപ്പോൾ വീട്ടിലെ രംഗങ്ങളൊന്നും കാണിക്കാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് സെൻറ്റ് ചേർന്നു. അപ്പോൾ ഇനി നമുക്കൊരു 100 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് കന്യാകുമാരി വരെ. പതുക്കെ പോകുന്നുള്ളൂ, നല്ല വെയിലാണ്. എവിടെയെങ്കിലും വണ്ടി ഒന്ന് സൈഡാക്കണം. കണ്ട് റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെയാണ് പോകുന്നത്. അയ്യോ, റോഡ് എന്നാ സൂപ്പറല്ലേ. ഇത്രയും നേരം വന്നിട്ടും നല്ല അടിപൊളി ഗാർഡനിങ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ റോഡാട്ടോ. ഗാർഡനിങ് അടിപൊളിയായിട്ടുണ്ട്. നിനക്കും ഇഷ്ടപ്പെട്ടോ? അതിപ്പോഴും ഓർത്തോണ്ടിരിക്കുവാണോ? അമ്മമ്മ കരഞ്ഞോ? എന്തിനാ കരഞ്ഞേ? എന്നിട്ട് കൊച്ചിനായിരുന്നല്ലോ ധൃതി ഇങ്ങോട്ട് കന്യാകുമാരി പോകാനായിട്ട്. അച്ഛൻ വന്നപ്പോ പോലെ പറഞ്ഞല്ലേ എപ്പോഴാ പോണേന്ന് ചോദിച്ചു. അത് കന്യാകുമാരി പോണോണ്ടല്ലേ. അമ്മമ്മ എന്നാ വാങ്ങിച്ചു തന്നെ കൊച്ചിന് ഒരാഴ്ച നിന്നിട്ട്? പഴങ്ങളും ഫ്രൂട്ട്സും പിന്നെ റിയാൻ എന്നാ വാങ്ങിച്ചു കൊടുത്തേ? റിയാനെ കാണിച്ചു. റിയാനെ അവിടുന്ന് മാറ്റി നിന്റെ മടിയിൽ അവിടെ ഇരുത്തണ്ട കേട്ടോ. അങ്ങനെ ഇരുത്താൻ പറ്റില്ലെന്നേ. ഞാൻ ഫ്രണ്ടിലുണ്ടെങ്കിൽ അവന് എന്റെ മടിയിൽ ഇരിക്കണം, അല്ലെങ്കിൽ അവൻ ഇരിക്കണം. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് മാറ്റാം. വണ്ടി അപ്പോൾ ഞങ്ങളിത് വെള്ളം കുടിക്കാനായിട്ട് സർവീസോടെ എടുത്തത് ഇങ്ങനെ ഒരു വഴിയിലേക്ക് കയറിയാണ്. ഇടവഴിയാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ വരുന്ന പൂഴിക്കുന്ന് അങ്ങനെ എന്തോ ആണ് ബോർഡ് കണ്ടത്. അതിലാണ് ഹൈവേ പാസ് ചെയ്ത് പോകുന്നത്.
അപ്പോൾ അദ്ദേഹം മേളിൽ നിന്ന് കണ്ടപ്പോൾ നല്ലൊരു കാഴ്ചയായിരുന്നു. ഇത് കണ്ടില്ലേ, ചീര കണ്ടേക്കുന്നത്, ചുവന്ന ചീര. ഇത് കണ്ടോ, ചീര കണ്ടോ, അടിപൊളി അല്ലേ? നോക്കി, ഇത് മൊത്തം ഈ കൃഷിയുടെ ആണേ. ചീരയുണ്ട്, കപ്പയുണ്ട്, അതുപോലെ വാഴ. നമ്മുടെ അവിടുത്തെ തൊടുപുഴക്കൂട്ട് സ്ഥലം പോലെ ഉണ്ടല്ലേ, കൃഷി സ്ഥലങ്ങളല്ലേ അവിടെ ഏറ്റവും കൂടുതൽ. പക്ഷേ ഇങ്ങോട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. സെന്ററിൽ കൂടി ഇത് പോകുന്നുണ്ട് വെള്ളം. ചേട്ടന്മാർ പറിക്കാനായിട്ട് വന്നവരാ. അതെയോ? ചീര കണ്ടിട്ട് നിങ്ങളുടെ അല്ലേ? ഇല്ല, നമ്മളല്ലേ, ഇത് വേറെ. അതെയോ, വേറെയാണോ? ഒത്തിരി ഉണ്ടല്ലേ? ഈ ചോന്നോ മാത്രമേ? വെയിലല്ലേ, വെയില അതെ ഇറങ്ങാത്ത. ഹൈവേക്ക് ഇതിലേ കയറത്തില്ലേ? ഹൈവേക്ക് ഇതിലേ കയറുമ്പോ തിരിച്ചു നമ്മളായിട്ടോ, തിരിച്ചു തന്നെ പോകണം. അവിടെ തിരിച്ചാൽ ശരി ശരി ശരി. ചെറിയൊരു കനാലുണ്ട് നമ്മുടെ അവിടുത്തെ പോലെ. കനാലല്ല, കനാല കണ്ടോ, ചെറിയൊരു കനാലാണ് ഈ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകാനായിട്ട്. ഇതവിടെ ഒരു കുളത്തിൽ നിന്ന് വരുന്ന വെള്ളമെന്ന് പറഞ്ഞേ. ഇതൊഴുകി വീണ്ടും അവിടെ ഒരു ആറ്റിലേക്ക് പോകുന്നുണ്ടോ, ഷട്ടർ കണ്ടോ. അപ്പോൾ ചീര ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ചീര എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇത് കണ്ടില്ല, ഇതിങ്ങനെ വിളവെടുക്കാറായിട്ട് നിൽക്കുന്ന ചീരയാണേ. ആ ഒരു സൈഡിൽ കുറച്ചുകൂടെ പാകം ആവുന്നേ ഉള്ളൂ. നോക്കേ, നല്ല ഭംഗിയുണ്ട്. അതാ ഹൈവേ എന്ന് കാണണം. ഒരു പൂന്തോട്ടമൊക്കെ നമ്മൾ കാണുന്ന പോലെയാണ്. കണ്ടോ, നല്ല കാറ്റ് വാഴത്തോട്ടത്തിൽ. തങ്ങളത്ത് നടന്ന കൊച്ചേ, ഇതുണ്ടോ? വെള്ളം, അതാ കനാലിൽ നിന്ന് വരുന്ന വെള്ളമാണ്. കണ്ടോ, അതിൻ്റെ എല്ലാ സൈഡിൽ കൂടെ ഈ വെള്ളം പോകുന്നുണ്ട്. ഒത്തിരി പോകണ്ട കേട്ടോ, വെയില. ഇതൊക്കെ ഇതിൻ്റെ ഇല നോക്കി, ഈ റെഡ് മാത്രമേ ഉള്ളൂ. അടിപൊളി ചീര. ഇവിടെ കണ്ടില്ല, ഇവിടെ ഈ വാഴക്കാലം കൂടുതൽ കപ്പയാണ്. വാഴയുണ്ട്, കപ്പയുണ്ട്, പക്ഷേ കപ്പത്തോട്ടങ്ങൾ വലിയ കപ്പത്തോട്ടങ്ങളാണ്. കാരണം വെച്ചാൽ അറിയോ, ഈ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കപ്പ കൃഷി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അതെ, ആര്യായിട്ടാ പറഞ്ഞേ. നമ്മൾ കുറേ ദൂരം വന്നോട്ടോ ഈ ഹൈവേ ഒന്ന് കയറി സർവീസ് റോഡ് എടുത്ത്. ഇവിടെ കാറ് വന്ന് നോക്കി, എന്ത് ഹൈറ്റ് ചെയ്യുന്നതൊക്കെ. ഇനി 70 കിലോമീറ്റർ കന്യാകുമാരി. വീതി കുറവല്ലേ? റിയാൻ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. ഇപ്പൊ കഴിക്കാൻ നിർത്തിയപ്പോഴാണ് എഴുന്നേക്കണേ. ഇതാണ് ശ്രീ അതിഥി ഭവൻ. ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ്. എഗ് ബിരിയാണിയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ചിക്കൻ ബിരിയാണി ഇല്ല കേട്ടോ, എഗ് ബിരിയാണിയും വെജും മാത്രമേ ഉള്ളൂ. ചിക്കൻ തീർന്നെന്ന് പറഞ്ഞത്. പിന്നെ ചപ്പാത്തി, പൊറോട്ട, ചിക്കൻ ചെട്ടിനാട്, അതൊരു കറി വാങ്ങിച്ചു. അവർക്ക് കണ്ടോ അവിടെ കട. ഇതൊക്കെ ഈ ബിരിയാണി നോക്കി, ഇത് മസാല എന്ന് പറഞ്ഞ സംഭവമില്ല കേട്ടോ. അതെ, റൈസും 2 എഗ്ഗും മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മസാല ഇത് ഗ്രേവി സെപ്പറേറ്റ് വന്നിട്ടുണ്ട്, സലാഡും ഉണ്ട്. എങ്ങനെയുണ്ട് ചിക്കൻ? എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? കഴിച്ചോ? അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഹൈവേയുടെ സൈഡിൽ തന്നെ ഒരു അടിപൊളി സ്ഥലം. നല്ല തണലും ഉണ്ട്, കുറേ മരങ്ങളൊക്കെയാണ്, നല്ല കാറ്റുണ്ട്. ചൂടത്ത് പോകുന്നുണ്ടല്ലേ, വണ്ടി ആയിരുന്നു മടുത്തു പോയി. പിള്ളേരൊക്കെ മടുത്തു കേട്ടോ. ഓക്കെ, അടിപൊളി ഒരു തടാകം, നല്ല സ്ഥലം അല്ലേ? ഉണ്ടോ, വെസ്റ്റേൺ ഗട്ട്സാണ് കാണുന്നത്. ആഴമൊക്കെ കാണും. ഇങ്ങനെ ഒത്തിരി തടാകങ്ങൾ കാണാം നമുക്ക് ഈ കന്യാകുമാരി പോകുമ്പോൾ. അതൊന്നും എടുക്കാതെ ഇവൻ്റെ പരിപാടി തുടങ്ങി കേട്ടോ. ഈ വഴി കാണുന്ന എല്ലാം എടുക്കല്. വാവേ നോക്കേ, ഇത് എന്നെ ഈ കാഴ്ച കാണണേ. ഇതെന്നെ അത് കേട്ടോ. അവൻ കല്ലെറിയും, അത് നോക്കി അവൻ കണ്ട് ചിരിക്കും. നല്ല പണിയാണ് ഇവന്മാർ തരുന്നത്. ചെരുപ്പെടുത്തത് ആ തടാകത്തിൻ്റെ അത് കിട്ടും. അതിനെടുക്കാൻ പറ്റുമൊന്നുമില്ല, വേണമെങ്കിൽ ശ്രമിച്ചു നോക്കാം. ഈ കമ്പ് കൊണ്ട് പോരില്ല. ചെരുപ്പ് ഇങ്ങ് അടുക്കുന്നുണ്ട്. വലിയ കമ്പുണ്ടേ പറ്റും. എന്നാ ചെയ്യണേ? ഒരു ചെരുപ്പ് ഇട്ട് നടന്നോ. ചെറുക്കൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നീളമുള്ള കമ്പാണെ കിട്ടും. എൻ്റെ അമ്മ വന്നു. കിട്ടിയെന്ന് പറഞ്ഞാൽ ഇവിടെ വരെ എത്തി. ഓക്കെ, കിട്ടി. ഇനി അതിനെ ചെരുപ്പ് ഇടിപ്പിക്കണ്ട കേട്ടോ. കൊച്ചിനെ നോക്കുക, ചെരുപ്പ് പോയാൽ പോട്ടെ. കിട്ടി. അയ്യ, ഇനി ഇതേ ആ അഴുക്ക് വെള്ളത്തിൽ കിടന്നതാ.
നല്ല കുപ്പിയിൽ വെള്ളം കൊണ്ട് കഴുകിയിട്ട് മതി. ഇനി ഞാൻ ഇടിക്കണ്ട, ചെരുപ്പ് ഇടിക്കണ്ട, അവൻ അടുത്ത് എറിയും. ഇനി അടുത്തത് ഇമാരുടെ മെയിൻ പണിയാണേ. ഇവര് ഇവിടെ ഒന്നും കിടക്കാൻ സമ്മതിക്കില്ല, അവർ എടുത്ത് എറിയും. ഇങ്ങ് പോരെ 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 അപ്പം ഇങ്ങ് പോരെ. ആ മതിലിന് എത്ര ഹൈറ്റ് ഉള്ള അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചൊക്കെ എന്നെ ആയിരിക്കും അവസ്ഥ. അത് ഞാനത് നോക്കിയിട്ട് അവിടെ നിർത്തിയത്. വണ്ടിക്കത് കയറിക്കോ പോയി. നീ ഇവിടെ മാറി നിർത്തിയാൽ ശരിയാവില്ല, ആ തടാകം പറ്റിച്ച് കളയും എൻ്റെ പൊന്നു. അടിപൊളി. ഇനി ഇവിടുന്ന് യൂട്ടേൺ എടുക്കണമല്ലോ. നമുക്ക് ഓപ്പോസിറ്റ് പുറകോട്ട് പോകണ്ടേ. ഇവിടെ ഒരു കാഴ്ച കാണിച്ചു തരാവേ. ഇതൊക്കെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ബസ് കിടക്കണുണ്ടോ, ട്രാൻസ്പോർട്ട്. ഇതെല്ലാം ഈ പൊളിക്കാൻ കൊണ്ടിട്ടേക്കുന്നതാണ് കേട്ടോ, പഴകിയിട്ട് എല്ലാം കണ്ടം ചെയ്യാറായ വണ്ടികളാണ്. അകത്തൊന്നും കയറാൻ പറ്റില്ല. എന്തോരം ബസ് കിടക്കണമെന്ന് നോക്കി. എല്ലാം ഓടി പദം വന്ന് കിടക്കണ ബസ്സുകളാണ്. എൻജിനൊന്നും ഇല്ല കേട്ടോ, എൻജിനെല്ലാം അഴിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എന്തോരം ബസ്സാന്ന് നോക്കി ഈ ആടിലിട്ടേക്കുന്നത്. ഓ എൻ്റെ അമ്മോ, ഇങ്ങനെ ഒരു കാഴ്ച തമിഴ്നാട്ടിൽ ഇത്ര നാൾ നടന്നിട്ട് ആദ്യമായിട്ട് കാണാണേ. അതിൻ്റെ പുറകിലേക്കൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി ബസ്സുണ്ട്. ആ അവിടെയൊക്കെ ഉണ്ട്. എൻജിനില്ല, ഒരു ബസ്സിനും എൻജിനില്ല, എൻജിൻ മാത്രം അഴിച്ചെടുത്തിട്ടുണ്ട്, ബാക്കി ഭാഗങ്ങളെ കിടക്കണേ. ഇതല്ല ഇനി ഇവർ കൊടുക്കും, സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. ആ അതെ, ലൈലാൻഡ് കണ്ടോ. ഇതങ്ങനെ കേട്ടോ, ഒത്തിരി ദൂരമുണ്ടേ. ഇതൊക്കെ കാട് പിടിച്ച് കിടന്നിരുന്ന ബസ്സുകൾ. അത് ഓക്കെ, ഇതിന് നല്ല പാർട്സൊക്കെ ഉണ്ടോ, അത് ഇവർ ഊരി എടുക്കുക ആവശ്യം വേണ്ടി ഇടുന്നുണ്ടോ. എൻജിൻ കണ്ടോ, ഈ ബസ്സിൻ്റെ എൻജിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. അവർക്ക് നമുക്ക് എൻജിൻ കണ്ടോ. ആ അത് എൻജിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒരു കൗതുക കാഴ്ച ഇത് കണ്ടിട്ട്. നമ്മളിപ്പോൾ നിന്ന് ആ ഒരു തടാകത്തിൻ്റെ തൊട്ടടുത്താണേ. ഇത് തിരുച്ചെന്തൂർ പോകുന്ന വഴിയാണ്, ഹൈവേയിൽ. ഇതൊക്കെ നമ്മുടെ KSRTC ഉണ്ടല്ലോ, ഇങ്ങനെ എന്താ പറയുക, വർക്ക്ഷോപ്പ് വാനായിട്ട് ഉപയോഗിച്ചിട്ടിരുന്ന ബസ്സായിരുന്നു. ആട്ടിൻകൂട്ടങ്ങൾ ഒരു കുറച്ച് പേരേ ഉള്ളൂ. ഇവർക്കപ്പാ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴേ 100, 200, 500 ആടുകളൊക്കെ ഒരുമിച്ച്. വീഡിയോ കണ്ടില്ല വെച്ചേ, ഇത് കുറച്ച് പേരേ ഉള്ളൂ. ഞാൻ ആ ചേട്ടനോട് ചോദിച്ചിട്ടാണ് കയറിയത്. അണ്ണാ ശരി, ഇതെല്ലാം സ്ക്രാപ്പ് അല്ലേ? ആ ഇത് എത്ര വർഷമായത് ഇത്? അതെയോ, 2000-ന് മുമ്പ് അല്ലേ? ഓക്കെ ശരി, കറിക്കോ. ഇനി 2 കിലോമീറ്റർ ഉള്ളൂ. അങ്ങനെ നമ്മൾ കന്യാകുമാരി എത്തിയിരിക്കുക, അറിഞ്ഞില്ലല്ലേ? കടയിലൊക്കെ വൈകുന്നേരം ഇപ്പൊ ഭയങ്കര വേല. റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് ഇവിടെ വാക്സ് മ്യൂസിയം ഉണ്ടല്ലോ. ഇവിടെ വാക്സ് മ്യൂസിയം ഉണ്ടല്ലോ. ഡബിൾ കളറിൽ കിടക്കുന്നേ അല്ലേ? കളർ ഓക്കെ. അത് ഒത്തിരി ആഴമുള്ള സ്ഥലം, അത്ര ഡാർക്ക് ആയിട്ട് കിടക്കുന്നത്. ആ ഡാർക്ക് പോലെ കാണണ്ടേ? ഇവിടെയൊക്കെ ഒത്തിരി കാണുന്നൊക്കെ ഇവിടെയൊക്കെ റൂം എടുക്കാം കേട്ടോ. ഇവിടെ ഒത്തിരി റൂംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്, നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും വന്ന വഴി റൂമൊക്കെ സെറ്റാക്കി. ഇവിടെ ബീച്ചിന് തൊട്ടടുത്താണ്. അപ്പോൾ ഇവിടെയാണ് എടുത്തേക്കുന്നത് കേട്ടോ, ഹോട്ടൽ സഹായ അറാസി. എന്തായാലും വെയിലൊക്കെ ആറിയിട്ട് പുറത്തേക്ക് ഒന്നുകൂടെ ഇറങ്ങണം. കുഴപ്പമില്ല കേട്ടോ, അടിപൊളി സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്തേക്കുന്ന റൂം. ഇതിവിടെ ചായയൊക്കെ ഇട്ട് തുടങ്ങിയോ? ആ അതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. റൂം എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ?
കുഴപ്പമില്ല അല്ലേ. 2200 രൂപയാണേ. അപ്പോൾ നാളെ 11 മണി വരെ, രാവിലെ 11 മണി വരെ ഉണ്ട് ചെക്കൗട്ട് ടൈം. ബാത്റൂമൊക്കെ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും കുറേ ടൈമുണ്ട്. നമുക്ക് വെയിലൊക്കെ പോയിട്ടേ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇവൻ കളി തുടങ്ങിയ വന്നപ്പോഴേ അതേ പോണോ നോക്കി. അവൻ്റെ കയ്യിൽ പൊട്ടണ സാധനം ഒന്നും കൊടുത്തേക്കരുത് കേട്ടോ. അതൊന്നും അടുത്ത് വെച്ചേക്കരുത്, അവനെടുത്ത് എറിയും. എന്നെ എറിയണ്ടേന്ന് വിചാരിച്ച് നടക്കണേ. അപ്പോൾ നല്ല കിങ് സൈസ് ബെഡൊക്കെയാണ്. ഇത് ഇമാരുടെ പരിപാടിയാണ് കേട്ടോ. വന്നപ്പോൾ തന്നെ ഏകദേശം തീരുമാനമാക്കിയിട്ടുണ്ട് ബെഡൊക്കെ. ഇവിടുന്ന് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇതേ അടുത്ത ബിൽഡിങ്ങാണ്. പിന്നെ ഇതിൻ്റെ മേലത്തെ നിലയിലാണെന്നുണ്ടെങ്കിൽ ബീച്ചിൻ്റെയൊക്കെ അതൊക്കെ കാണാം കേട്ടോ. ഞങ്ങളിതിൻ്റെ താഴെ എടുത്തുന്നേ ഉള്ളൂ. കുഴപ്പമില്ല, ഇത് എന്തായാലും ധാരാളം അടിപൊളി ഒരു രാത്രി തങ്ങാനല്ലേ. അപ്പോൾ 2200 രൂപയാണ്. ഇത് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഇവിടെ വന്ന് അപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ട് അവൈലബിൾ ആണ്. ഇവർ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. അത് ബുഫേ ആണ്. 200 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഈ ഹോട്ടലിൻ്റെ മാനേജർ ഒരു മലയാളി ചേട്ടനാണ്. അപ്പോൾ ഇതൊക്കെ പിടിച്ച് പൊടിയാക്കാതെ പിടിച്ച് ഈ സൈഡിൽ കൂടെ നടന്നോ കേട്ടോ. അല്ല വണ്ടി ചീറിപ്പാൻ വരും. വരക്കൂ വാ. അമ്മയുടെ കൈ പിടിച്ചോ, അച്ഛൻ കൈ പിടിച്ചോ. സൺസെറ്റ് 6:30-ക്കാണേ. റിയാൻ പട്ടീനെ വിളിക്കും നോക്കേ. റിയാൻ പട്ടീനെ ഓടിക്കുമോ നോക്കിയപ്പോൾ വാവ പട്ടീനെ ഓടിക്കുക ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് അവൻ്റേതായ ഭാഷയിൽ. അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. കാര്യം പറഞ്ഞാൽ വെക്കേഷനായി സ്റ്റാർട്ടിങ് ആയതുകൊണ്ടായിരിക്കും. ഇനിയിപ്പം നല്ല തിരക്ക് വന്നോളും. പിന്നെ വീക്കെൻഡ് അല്ല ഇന്ന്, അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഇവിടെയൊക്കെ നിറയെ കച്ചവടക്കാരിരിക്കുന്നുണ്ടോ. അടിപൊളി. ഇത് സൂര്യനിങ്ങനെ അസ്തമിക്കാറായി നിൽക്കുന്നുണ്ട്, ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടേക്ക് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ധാരാളം കടകളൊക്കെ കാണാം. ഇമാരെ ഈ കടകളെല്ലാം നോട്ടിട്ടുണ്ട് അല്ലേ. വാങ്ങിക്കാം, ബീച്ചിൽ പോയിട്ട് വാങ്ങിക്കാം. ഇതിവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടേ. വാങ്ങിക്കാം, പോയിട്ട് വരട്ടെ. അപ്പോൾ ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതൊരു വ്യൂ പോയിൻ്റ് ആണ്. ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വിവേകാനന്ദപ്പാറയും തിരുവള്ളൂർ സ്റ്റാച്യു ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. ആ പാറയിലൊന്നും ആരും തന്നെ ഇല്ല. ഇന്നത്തെ ബോട്ടിങ് അവസാനിച്ചിട്ടുണ്ട്. രാവിലെ 6 മണിക്കാണ് ബോട്ടിങ് ആരംഭിക്കുന്നത്. അത് വൈകുന്നേരം 4 മണി വരെ ഉണ്ട്. അങ്ങനെ അവസാനത്തെ ട്രിപ്പും കഴിഞ്ഞ് ആളുകളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ബോട്ടാണ് കാണുന്നത്. ഈ വൈകുന്നേരം ഒരു പ്രത്യേക ഫീൽ തന്നെ കേട്ടോ ഇവിടെ വന്ന് നിൽക്കാനായിട്ട്. നല്ല കാറ്റും ഈ കടൽ, ഈ ബീച്ചൊക്കെ ഇട്ടിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളൊരു ഫീലെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നാളെ രാവിലെ വിവേകാനന്ദപ്പാറ പോകണം. ബോട്ടിങ് 6 മണിക്ക് ആരംഭിക്കും. രാവിലെ തന്നെ 6 മണിക്ക് മുമ്പ് പോയി ക്യൂ നിന്നാലാണ് വലിയ തിരക്കില്ലാതെ നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഫസ്റ്റ് ബോട്ടിന് തന്നെ പോകണം. കാരണം ഈ പിള്ളേരെയും കൊണ്ട് അധികം സമയം ക്യൂ നിൽക്കാൻ പറ്റില്ല. ഏതായാലും സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിക്കാറായി വരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ്, നല്ലൊരു എന്താ പറയുക, ആ പാറയും ആ പ്രതിമയും അമ്പലമൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ സൺസെറ്റ് കണ്ടോ? നോക്കി നേരെ നോക്കടാ. കണ്ടോ സൂര്യനെ കണ്ടോ? എടാ നേരെ നോക്കടാ. നീ എവിടെ നോക്കണേ? കണ്ടോ? ഇതിവിടേക്ക് വഴിയിൽ നിരവധി കച്ചവടക്കാരെ നമുക്ക് കാണാവേ. കണ്ടോ ശംഖ്, കണ്ടോ ശംഖ്. ശംഖ് കൊച്ചിന് കിട്ടിയിട്ട് കൊച്ചിന് ഊതാൻ അറിയില്ലല്ലോ. ഇവിടെ ഈ സാധനങ്ങളൊക്കെ വെക്കുന്നതേ ഈ നാടോടികളാണ്. ഇങ്ങനെ തട്ടിൽ സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. ഇതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ തോന്നുന്ന ഒരു ഐറ്റമാണ്. ഇത് കണ്ടില്ലേ, പണ്ടത്തെ വീടുകളുടെ ഈ വാതിലിൻ്റെ ഒക്കെ 2 സൈഡിൽ ഇതിങ്ങനെ തൂക്കിയിടുമായിരുന്നു. കണ്ടോ അതിൻ്റെ മേളിൽ വയ്ക്കാനുള്ളത്. കന്യാകുമാരി വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് പണ്ട് മുതലേ കാണുന്ന ഐറ്റംസൊക്കെയാണിത്. ശംഖുകൾ, ഇത് കണ്ടില്ലേ ശംഖുകളൊക്കെ ഇരിക്കണേ പല വലുപ്പത്തിലുള്ളത്. ഇവിടെ സൺസെറ്റൊക്കെ കാണാനായിട്ടൊരു പ്രത്യേകം ടവറൊക്കെ നമുക്ക് കാണാൻ കണ്ടില്ലേ, വ്യൂ ടവർ. അതിൻ്റെ മേളിൽ നിന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് സൺസെറ്റൊക്കെ ആസ്വദിക്കാൻ പറ്റും. അതിൻ്റെ മേളിൽ കുറേ പേരൊക്കെ ഉണ്ട്. ഇപ്പം സൺസെറ്റൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. കുറച്ചുകൂടെ ഉണ്ട് താഴെ പോകാനായിട്ട്.
ആ അവിടെ മൂൺ വന്നു. സൂര്യൻ പോകാനായിട്ടിരുന്നല്ലേ? അവനത് പോയി എടുത്തു. ഏതായാലും എടുക്ക്. കൊള്ളില്ലടി, പെട്ടെന്ന് പോകുന്നുണ്ടല്ലേ. പ്ലാസ്റ്റിക് ഭയങ്കര ലോ ക്വാളിറ്റി. പ്ലെയിന് ഇവരെ കൊണ്ട് വന്നാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ നിർത്തുന്നില്ല. ആ ഇത് മതിയോ? ആട്ടെ, വീണോ വീണോ? ആ മതിയോ? ഏതാ കൊച്ചിന് വേണ്ടേ? ആ ഞാൻ അടി കൂടരുത്, ഞാനതാ പറയുന്നുള്ളൂ. അത് സെയിം, അവനെടുത്ത സെയിം തന്നെയാ. ഇഷ്ടമല്ല എടുത്തോ. ആ മതിയോ? ഇനി എത്രയാ? 180. അവിടെ ഇരുന്നു. ഇനി ഇവിടുന്ന് അങ്ങനെ കൊണ്ടുപോകും. ഇനി മാറ്റാൻ നിൽക്കരുത് കേട്ടോ. എത്രാമത്തെ ആയി? ആ നടക്കതേ മേത്തൊക്കെ വിളിക്കുന്നു. ഇനി എന്നാ വേണ്ടേ? ഇവിടുന്ന് ഓടി രക്ഷോട്ടോ. ഇനി ഒരു 5 മിനിറ്റ് വരെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഇവനാ വേണ്ടതേ, ഈ വാവ ആരാന്നറിയോ? ഇവരിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ടേ ഇവനാ വില്ലൻ. ആ പിന്നല്ലാതെ. ആദ്യം കേട്ടോ ആ കാർ എടുത്തിട്ടോ. റിക്കു ആദ്യം കാർ എടുത്തു. അന്നേരം അവൻ ഇത് മതി, ഇവൻ്റെ കയ്യിൽ ഇരുന്ന് അവിടെ മാറ്റി വെച്ചു. എന്നിട്ട് അവൻ വീണ്ടും ഈ ജീപ്പ് എടുത്തപ്പം അവനത് മതി. ആ അടി കൂടായിരുന്നാൽ മതി. അടി കൂടി ഉറപ്പായിട്ടും ഒരുപോലത്തെ മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അവനെ കൊണ്ടുപോകണോക്കെ ട്രോളിയിൽ. ഇത് ഈ ആർച്ച് നേരത്തെ ഇല്ലായിരുന്നുണ്ടോ? അതുകൊണ്ടില്ലേ ആർച്ച് നോക്കി. അയ്യൻ തിരുവള്ളൂർ സ്റ്റാച്യു സിൽവർ ജൂബിലി ആർച്ച്. സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ചെയ്തേക്കുന്നതാണ്. തമിഴിൽ താഴെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ റൂമിൽ വന്നതേ അവരവരുടെ ഡ്യൂട്ടി തുടങ്ങി കേട്ടോ. ഇനി കിടക്കൊന്നും വേണ്ട, വണ്ടിയെ പിടിച്ചോണ്ടിരുന്നോളും. എൻ്റെ പിന്നെ മടുത്തു അല്ലേ. അപ്പം നെക്സ്റ്റ് ഡേ സൺറൈസ് കാണാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് റൂമിൻ്റെ അവിടുന്ന്. ഞാൻ തന്നെ ഉള്ളേ, അവർ ഇത്രയും രാവിലെ ആയതുകൊണ്ട് എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ സമയം വന്നിട്ട് 5:45 6:17 സൺറൈസ് ടൈം കൊടുത്തേക്കുന്നത് കേട്ടോ ഇന്നത്തെ. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഇതേ വിവേകാനന്ദപ്പാറയൊക്കെ കാണാനായിട്ട് വന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടല്ലേ, അമ്പലത്തിൻ്റെ അടുത്താണ് സൺറൈസ് കാണാനായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറേ പേര് അവിടെ നിൽക്കുന്നുണ്ട് രാവിലെ തന്നെ. കണ്ടോ എന്തോരം ആളുകളാണ് നോക്കിയാൽ സൺറൈസ് കാണാനായിട്ട് ഇവിടെ കൂടി നിൽക്കുന്നത്. അപ്പോൾ 6 മണിക്ക് ഇവിടുന്ന് ബോട്ടിങ് ആരംഭിക്കും വിവേകാനന്ദപ്പാറയിലേക്ക്. എന്തായാലും ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് തന്നെ ക്യൂവിലൊന്നും നിൽക്കണ്ട, ഡയറക്റ്റ് പോവാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ, എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ. വേറെ എവിടെ പോയി സൂര്യോദയം അസ്തമയം കാണുന്നക്കാലൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഈ കന്യാകുമാരിയിൽ വന്ന് സൺറൈസും സൺസെറ്റൊക്കെ കാണുന്നത്. നല്ല തിരക്കുമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നിട്ടുള്ള ഒരു നല്ലൊരു ശതമാനം പേരും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അത്ര നല്ല ക്രൗഡാണ്. ഇപ്പം 6:30 ഇനിയിപ്പം നല്ല തിരക്കായിരിക്കും. ബോട്ട് കയറി അക്കരയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ സൺറൈസ് കാണാൻ വന്നവരെല്ലാം നേരെ ഇനി പോയി അവിടെ ക്യൂ നിൽക്കും കേട്ടോ. ഞങ്ങളെന്തായാലും ക്യൂവിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പിള്ളേരെ കൊണ്ടൊക്കെ ക്യൂ നിൽക്കുമെന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ പൂമ്പുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ അതൊരു ടൈമൊക്കെ കൊടുക്കാം കേട്ടോ. ഞങ്ങൾ 8 to 8:30 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 8:20 ആകുമ്പോഴത്തേന് ചെന്നാൽ മതി. ക്യൂ ഒന്നും വേണ്ട. 300 രൂപയാണ് പെർ ഹെഡ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നോർമലാണെന്നുണ്ടെങ്കിൽ 100 രൂപയാണെന്ന് എനിക്ക് തോന്നണേ. അതാണെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല എത്ര മണിക്കൂർ നിൽക്കേണ്ട വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. തിരക്കനുസരിച്ചാണ്. ഇത് നമുക്ക് ക്യൂവിൽ നിൽക്കണ്ട, ഡയറക്റ്റ് എൻട്രിയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു തിരക്ക് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് പോകാമേ.
വിവേകാനന്ദപ്പാറയ്ക്ക് പോകാനായിട്ട് ക്യൂ നിൽക്കുന്നത് അവിടെയാണ് ബോട്ട് വരുന്നത്. പൂമ്പുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അവരുടെ സൈറ്റിൽ നിന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 6 മണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ബോട്ട് ഇവിടുന്ന് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ആ ബോട്ടിൽ കയറാൻ നിൽക്കുന്നവരാണേ കണ്ടോ, ഇപ്പം തന്നെ നോക്കിയാൽ ക്യൂ എന്തോരം ഉണ്ടെന്ന്. അപ്പോൾ അവിടെ സൺറൈസൊക്കെ കണ്ടിട്ട് നേരെ വന്ന് ഇവിടെ ക്യൂ നിൽക്കും. കണ്ടില്ലേ, ഈ ക്യൂ അങ്ങ് പോകട്ടോ. ഞാനിവിടെ നിന്നിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ വന്നപ്പോൾ സ്പെഷ്യൽ ക്യൂ ആയിരുന്നു എടുത്തത്. അന്ന് 300 രൂപയായിരുന്നു. അന്നും കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. ഇതിപ്പോൾ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്തുകൊണ്ട് ടിക്കറ്റ് ഞാൻ ആ ഹോട്ടലിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് ഒരു പ്രിൻ്റ് എടുത്ത് തന്നിട്ടുണ്ട്. അതിവിടെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞേ. നല്ല തിരക്കായിട്ടുണ്ട് ഇവിടെ. പിന്നെ ഞങ്ങൾ റൂം ബുക്ക് ചെയ്ത ഹോട്ടൽ, അപ്പോൾ അവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 2200 രൂപയ്ക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ റൂം എടുത്തത് കേട്ടോ. അപ്പോൾ അത് ഫിക്സഡ് റേറ്റ് അല്ല, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. 2200 ഞങ്ങൾ ബുക്ക് ചെയ്ത ഒരു ദിവസത്തെ റേറ്റ് ആയിരുന്നു. അതിങ്ങനെ മാറുമെന്ന് പറഞ്ഞു കേട്ടോ. അതായത് സീസൺ ടൈമിലും ഈ വീക്കെൻഡിലൊക്കെ റേറ്റ് മാറും, ചിലപ്പോൾ അതിൻ്റെ ഇരട്ടിയൊക്കെയാവും. പിന്നെ ഫാമിലിയായിട്ട് വന്നതുകൊണ്ടാണ് നല്ല റൂമൊക്കെ എടുത്തോട്ടെ. തന്നെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ബഡ്ജറ്റായിട്ടുള്ള റൂമൊക്കെയാണ് എടുക്കാൻ ശ്രമിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ബഡ്ജറ്റ് റൂംസൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ റൂമിനടുത്തെത്തി ഇനി അവരെ റെഡിയാക്കണം. അതിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ബുഫേ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വിവേകാനന്ദപ്പാറയിലേക്ക് പോകണം. അതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. കന്യാകുമാരി എന്നുള്ള ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.